ശക്തമായ ത്രികോണ മത്സരമാണ് നാട്ടികയിൽ നടക്കുന്നത്. കഴിഞ്ഞ കാലത്ത് BJP ശക്തിയായ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ നടത്തിയത്. BDJS അഖിലേന്ത്യാ സെക്രട്ടറി TV ബാബുവിനെ രംഗത്താക്കി NDA കരുത്തുറ്റ മത്സരത്തിന് തുടക്കം കുറിച്ചു. ഇടതുപക്ഷത്ത് രണ്ടാം വിജയത്തിനായി CPIയുടെ പതാകയുമായി ഗീതാ ഗോപി നിൽക്കുന്നു. കോൺഗ്രസിന് ഒരു പുതുമുഖമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തിൽ രാഷ്ട്രീയമായി നിരവധി മാറ്റങ്ങളുണ്ടായി. BDJS BJP സഖ്യം ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന മണ്ഡലമെന്ന നിലയിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നാട്ടികയിൽ നടക്കുന്നത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ LDFും NDAയും മുന്നിലെത്തിയെങ്കിലും UDFും മത്സരത്തിൽ പിന്നിലല്ല. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഗീതാ ഗോപി തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. രണ്ടാം വട്ടം ജനവിധി തേടുമ്പോൾ വികസന നേട്ടങ്ങൾ വോട്ടായി മാറും എന്ന് ഗീതാ ഗോപി പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൽ ഓടി നടന്ന് പ്രവർത്തിച്ച MLA എന്ന നിലയിലാണ് ഗീതാ ഗോപിക്ക് രണ്ടാം തവണ CPI സീറ്റ് നൽകിയത്. ഒരുപാട് കർഷകരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയും കായലോര മത്സ്യത്തൊഴിലാളി മേഖലയും ഇതര തൊഴിൽ മേഖലയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപക്ഷെ കടലും കായലും മലയോരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വളക്കൂറുള്ള ഫലപുഷ്ടിയുള്ള മണ്ണാണ് നാട്ടികയുടെ. ഒരുപാട് വികസന സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് നാട്ടിക. നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ നാട്ടികയിലെ നമ്മുടെ ജനങ്ങളുമായിട്ടുള്ള വോട്ട് ചോദിക്കുന്ന പ്രവർത്തനത്തിലും അവർ നൽകാനും അവർ തരാനിരിക്കുന്ന വോട്ടിൻ്റെ എത്ര കണ്ട് ശതമാനം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കിപ്പോൾ ലഭിക്കുമെന്നുള്ള നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ. സ്ഥാനാർത്ഥി നിർണയം വൈകിയെങ്കിലും UDFും മത്സരരംഗത്ത് സജീവമായതോടെ നാട്ടികയിൽ തെരഞ്ഞെടുപ്പ് രംഗം ആവേശത്തിലായി. നിരവധി പേരുകൾ പരിഗണിച്ച ശേഷമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ KV ദാസന് കോൺഗ്രസ് സീറ്റു നൽകിയത്. TN പ്രതാപൻ MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നാട്ടികയിൽ നടന്നതെന്ന് UDF ആരോപിക്കുന്നു. രണ്ടാം ഘട്ട പ്രചാരണത്തിൽ മുന്നിലെത്താമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. എനിക്ക് അവിടെ ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളുണ്ട്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, BJPക്കാർ, UDFിന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ, പിന്നെ ജാതി മത പരിഗണനയില്ലാതെ അവരുടെ എല്ലാവരുടെയും ഒരു ബന്ധുവായിട്ടാണ് എന്നെ കണ്ടിട്ടുള്ളത്. എനിക്ക് അവരെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ഒരു 5 വർഷക്കാലം അവരുടെ ഒരു ജനപ്രതിനിധിയായി അവർക്ക് എന്തൊക്കെയാണോ ഇനി വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി എഫർട്ട് എടുക്കണം. അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും പറ്റുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതും അവിടെ മത്സരിക്കാൻ തന്നെയാണ്. പക്ഷേ അതിനുശേഷമാണ് ഞാൻ നയപരമായൊരു തീരുമാനമെടുത്തത്. ആരും മാറാൻ തയ്യാറാകുന്നില്ല. 7 തവണയും 8 തവണയും 9 തവണയും മത്സരിച്ചവരൊന്നും ആർക്കും വേണ്ടി മാറാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരും മാറുന്നില്ലെങ്കിൽ 3 തവണ MLA ആയ ഞാൻ മാറിക്കൊടുക്കാം. എനിക്ക് 55 വയസ്സ് ആയി, ഞാൻ മാറിക്കൊടുക്കാം. അതിന്റെ പേരിലാണ് ഞാൻ KPCCക്ക് കത്ത് കൊടുത്തത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നാട്ടിക മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാധ്യതയിലാണ്. BDJS അഖിലേന്ത്യാ സെക്രട്ടറി TV ബാബുവാണ് നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി. ഇരു മുന്നണികൾക്കുമൊപ്പം മുന്നേറുകയാണ് NDA സ്ഥാനാർത്ഥി TV ബാബുവിന്റെ പ്രചാരണം. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ TV ബാബുവിന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയ മുന്നേറ്റവും BDJS സഖ്യവും NDAക്ക് മുതൽക്കൂട്ടാകുമെന്ന് TV ബാബു പറയുന്നു. അവിണിശ്ശേരി പഞ്ചായത്തിൽ ഭരണം പിടിച്ചത് മാറ്റത്തിന്റെ സൂചനയാണെന്ന് BJP കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. നാട്ടിക മണ്ഡലത്തിലെ താന്യം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായി നടത്തിയ പ്രവർത്തനങ്ങളും ബാബുവിന് മുതൽക്കൂട്ടാകും. ഇന്നലെ വരെ ഒരു പ്രതീക്ഷയില്ലാതിരുന്ന സാഹചര്യത്തെ വലിയ പ്രതീക്ഷാ നിർഭരമാക്കി മാറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. അതിൽ സമുദായം അനുഭവിച്ച നേരത്തെ വ്യക്തികളെയാണ് പാർട്ടികൾ അംഗീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഹിന്ദു ഫോൾഡിൽ നിന്ന് വിജയിച്ച ഏതൊരു MLAയും കേരള നിയമസഭയ്ക്കകത്ത് താൻ പ്രതിദാനം ചെയ്യുന്ന ജാതി എത്ര അപകടപ്പെട്ടാലും അയാളുടെ ജാതി പേര് പറയുന്നത് മതേതരത്വം തകരുമെന്ന് കരുതി പുറത്ത് പറയാൻ ധൈര്യപ്പെട്ടില്ല. ഞങ്ങൾ പ്രതിദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സാമൂഹിക സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സമുദായങ്ങളുടെയും പ്രാതിനിധ്യം, ഇന്നലെ വരെ ഇല്ലാതിരുന്ന പ്രാതിനിധ്യത്തിൻ്റെ കുറവ് ഞങ്ങൾ പരിഹരിക്കുമെന്ന് ഈ നാടിനോട് തുറന്നു പറഞ്ഞിട്ടാണ് ഒളിച്ചു വെച്ചല്ല ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ സംഘടിതരായ ന്യൂനപക്ഷ സഹോദരങ്ങൾക്ക് മാത്രമല്ല ഇപ്പുറത്തുള്ളവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കൂടി ചുമതലപ്പെട്ട ആളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന് ഈ നാടും നാട്ടുകാരും മനസ്സിലാക്കണം. അത് ഏതെങ്കിലും ഇസ്ലാമിനോ ക്രൈസ്തവർക്കോ മറ്റേതെങ്കിലും ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾക്കോ ഞങ്ങളെതിരല്ല. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള, അത് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു പൗരന് ലഭിക്കേണ്ട എല്ലാവിധ അവകാശാവസരങ്ങളും അവർക്ക് അവർ അർഹിക്കുന്ന നീതിയിൽ അധിഷ്ഠിതമായി പങ്കുവയ്ക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നു. BJP BDJS സഖ്യത്തിൻ്റെ സാന്നിധ്യം നാട്ടികയിലെ മത്സരരംഗത്തെ സങ്കീർണമാക്കുന്നു.
കടുത്ത മത്സരമാണ് നടക്കുന്നത്. പ്രവചനം അസാധ്യവുമാകുന്നു. തൃശ്ശൂർ ജില്ലയിലെ പോൾ ഡയറിയുടെ സഞ്ചാരം സമാപിക്കുകയാണ്. ഇനി കൊല്ലം ജില്ല, അത് നാളെ.